ടോയ്സ് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല അല്ലേ? എത്ര ടോയ്സ് കിട്ടിയാലും അവർക്ക് മതിയാവില്ല. പുറത്തൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ടോയ്സ് കണ്ടിട്ട് അവർ വാശി പിടിക്കും, നമ്മൾ വാങ്ങിക്കൊടുക്കും. വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും അതൊക്കെ നശിപ്പിച്ച് അവിടെയും ഇവിടെ എല്ലാവരും വലിച്ചു വാരിയിടും. അവർ കളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളിതെല്ലാം അടുക്കി പറക്കി ഒരു ബോക്സിനകത്താക്കി വെക്കും. അവർ പിന്നെയും അവരുടെ ഫേവറേറ്റ് ടോയ്സ് നോക്കി വരുമ്പോഴേക്കും ഇതെല്ലാം പിന്നെയും വലിച്ചു വാരി താഴെയിടും. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റാ അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ ഷോപ്പിലൊക്കെ കാണും പോലെ ഈ ടോയ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വീട്ടിൽ തന്നെ വെച്ചാൽ അവർക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഈ വലിച്ച് താഴെ ഇടുന്ന ഈ പരിപാടി അങ്ങ് നിർത്തുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ്സൊക്കെ എടുത്തിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഗ്ലൂ ഗണ്ണോ ഗ്ലൂവോ ഒന്നും യൂസ് ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഓർഗനൈസർ, അതായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ. ഇതിനു വേണ്ടി ഒരേ നീളവും വീതിയുള്ള അത്യാവശ്യം വലിപ്പമുള്ള 2 ബോക്സസ് വേണം കേട്ടോ. ഇതാ നമ്മളുടെ ഈ ഓർഗനൈസറിന്റെ ബേസ്. പിന്നീട് ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പോ ഉപയോഗിച്ച് അതിന്റെ ഈ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 സൈഡും പ്രോപ്പറായിട്ട് ഒട്ടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. 2 ബോക്സും സെയിം നീളവും സെയിം വീതിയായി. ഇനി ഈ വലിയ ബോക്സിനകത്ത് ഫിറ്റ് ആവുന്ന 2 ചെറിയ ബോക്സ് കൂടി വേണമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ ബോക്സിന് അത്യാവശ്യം നല്ല നീളമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ 2ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഈ ബോക്സ് എടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എടുത്ത ആ വലിയ ബോക്സിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന തരത്തിലുള്ള അത്രയും തന്നെ വിഡ്ത്തുള്ള ബോക്സ് ആയിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് 2 ബോക്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ല, ഇതുപോലൊരു വലിയ ബോക്സ് ആണെങ്കിൽ അതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ 2 ബോക്സ് കിട്ടും. അതിൻ്റെ അറ്റവും നമ്മളൊന്ന് മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ആദ്യം എടുത്ത വലിയ ബോക്സിലെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റണം, ഇങ്ങനെ. പിന്നെ ഇതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ചെറിയ ബോക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. മുകൾ ഭാഗം ഇങ്ങനെ വേണം കേട്ടോ അതിൻ്റെ വരാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് ടോയ്സ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ താഴേക്ക് വീഴാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതേ വിഡ്ത്ത് തന്നെയാണ്, പക്ഷെ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ അകത്തേക്ക് അതുകൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ടോയ്സ് ഒന്നും അപ്പം നമുക്ക് ഇതിനകത്തിരിക്കുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വീഴില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ താഴെ വെച്ച ആ ചെറിയ ബോക്സിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ടോയ്സൊക്കെ അകത്തേക്ക് വെക്കണമല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ടോയ്സ് അതിനകത്തിരിക്കും, പക്ഷെ വെളിയിലേക്ക് വീഴില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള കാർഡ്ബോർഡിൻ്റെ ആ ഷേപ്പും ഒക്കെ അനുസരിച്ച് നമുക്ക് നിങ്ങളുടെ രീതിയിലേക്ക് നമുക്ക് ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സെയിം വിഡ്ത്ത് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഗ്ലൂ ഒന്നും ഇല്ലാത്തതിനകത്തേക്ക് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഈ സെയിം മെത്തേഡിൽ തന്നെ ആ 2 ബോക്സും ഇതേ രീതിയിൽ ചെയ്തെടുത്തു. നമ്മുടെ വലിയ 2 ബോക്സ് ഇല്ലേ, അത് കട്ട് ചെയ്തു. അതിനകത്ത് ബോക്സസ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. ഏകദേശം കഴിഞ്ഞു കേട്ടോ പണി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ആ 2 ബോക്സും നമ്മൾ ഒരുമിച്ച് വെച്ച് നന്നായിട്ട് വലിച്ചു മുറുക്കി തന്നെ ഒട്ടിച്ചു കൊടുക്കണം. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ ഇത് മാത്രം മതി കേട്ടോ. ആ ബോക്സൊക്കെ അകത്ത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ടിരുന്നോളും. വെളിയിൽ നമ്മൾ നല്ല കറക്റ്റായിട്ട് ഇത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് സ്പ്രേ പെയിന്റോ അല്ലെങ്കിൽ വുഡിന്റെ തന്നെ കളർ വാൾപേപ്പറൊക്കെ യൂസ് ചെയ്തോ നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഈ ടൈപ്പ് വാൾപേപ്പർ ആട്ടോ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല, കാരണം വാൾപേപ്പറൊക്കെ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഏത് പേപ്പർ യൂസ് ചെയ്യും. പിന്നെ ഞാനിവിടെ ജസ്റ്റ് എന്താ പറയുക, ഒരു ചെറിയ സെല്ലോ ടേപ്പ്, ഒരു ഗ്ലിറ്ററിൻ്റെ ഒരു ചെറിയ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി. പിന്നെ ടോയ്സ് ഒക്കെ പെട്ടെന്ന് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി സ്കിഡ് മാറ്റ് ഇടിരിപ്പുണ്ടായിരുന്നു, അത് യൂസ് ചെയ്തു. പിന്നെ കുറച്ച് പാലിൻ്റെ ബോട്ടിൽ ഇടിരിപ്പുണ്ടായിരുന്നേ, അത് ഞാനെടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്, കുറേ ചെറിയ ബൈക്ക്, കാറ് അല്ലെങ്കിൽ ആനിമൽസ്, പിന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ്, ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ യൂസ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ടിഷ്യൂ ബോക്സ് ഇവിടെ ഇരുന്നത് അതുപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന ഒരു പഴയ വാൾപേപ്പറിൻ്റെ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് അതും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് ഈ ചെറിയ ടോയ്സ് ഒക്കെ വെക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ റെഡിയായി.
ആദ്യമേ പറഞ്ഞല്ലോ, ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് ഉണ്ട്, ചെറിയ വെഹിക്കിൾസും ആനിമൽ ടോയ്സും ഒക്കെ. അത് നോക്കിയിട്ട് കാണാത്തപ്പോഴാണ് അവരിതെല്ലാം പേർക്ക് താഴെ ഇടുന്നത് അല്ലേ? പക്ഷെ ഇങ്ങനെ സെക്ഷൻ വൈസ് ചെയ്താൽ അവർക്കും ഈസിയാണ്, നമ്മൾക്കും ഹെൽപ്പാകും. പിന്നെ ഞാൻ മുകളിൽ തന്നെ മോൻ്റെ സൂപ്പർ ഹീറോ ടോയ്സും റോബോട്ട്സിനെയും മറ്റു ഫേവറേറ്റ് ടോയ്സും ഒക്കെ വെച്ചു കേട്ടോ. അപ്പം എളുപ്പം എടുക്കാമല്ലോ. പിന്നെ ആൻറ്റി സ്കിഡ് മാറ്റിൻ്റെ മുകളിലുള്ള വെച്ചതുകൊണ്ട് തന്നെ ആ ടോയ്സ് ഒന്നും പെട്ടെന്ന് താഴെ വീഴുകയില്ല. അങ്ങനെ ഒട്ടും യൂസ് ഇല്ലാത്ത കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണോ ഗ്ലൂവോ ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികളുടെ ടോയ്സ് ഓർഗനൈസ് ചെയ്യാൻ നമ്മളൊരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുത്തു അല്ലേ? ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.